പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുലിഖിതം. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളുടെ മേൽ ദൈവാത്മാവിൻ്റെ ഇടപെടലാൽ സംഭവിച്ച വലിയ വിടുതലിനെ കുറിച്ച് നിരവധി വ്യക്തികൾ നൽകിയ സാക്ഷ്യങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ സാന്ദ്ര മരിയ, കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 4 വയസ്സ് മുതൽ എനിക്ക് സംസാരിക്കുമ്പോൾ തടസ്സം അനുഭവപ്പെട്ടിരുന്നു, വിക്കും ഉണ്ടായിരുന്നു. 2007 ജൂലൈ മാസം മുതൽ ഞാനും എൻ്റെ പപ്പയും അമ്മയും അനുജത്തിയും കൂടെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കെടുത്തു വരുന്നു. ഞങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ 2 ആഴ്ചത്തെ പ്രാർത്ഥന കൊണ്ട് തന്നെ എൻ്റെ നാവിൻ്റെ വിക്ക് പൂർണ്ണമായും വിട്ടുമാറിപ്പോയി. എൻ്റെ സംസാരത്തിനുള്ള തടസ്സം പരിപൂർണമായും ഈശോ എടുത്തു മാറ്റി തന്നു. ഞങ്ങൾ മുടങ്ങാതെ അഭിഷേകാഗ്നി കാണുകയും മറ്റുള്ളവരോട് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം നൽകുന്നു എന്ന് സാന്ദ്ര മരിയ, മൈലിക്കൽ, ചിറ്റാരിക്കാൽ PO, കാസർഗോഡ് ജില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറുകളെ
ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ ശക്തി ഈ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കാൻ അഭിഷേകം ചെയ്യുന്ന മണിക്കൂറാണ്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കാൻ കർത്താവ് ഇടപെടുന്ന സമയമാണിത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ, ഉന്നതങ്ങളുടെ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കട്ടെ, സ്വർഗത്തിൻ്റെ വാഗ്ദത്തം ഇപ്പം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച്, ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഓ ഉന്നതങ്ങളിൽ നിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. പാവനാത്മനേ സ്നേഹരൂപിയേ, പാപിയാമെന്റെ ഉള്ളിലും പരിശുദ്ധാത്മാവേ, പാപം നീക്കുവാൻ മാർഗം കാട്ടുവാൻ പാവന ദീപമായി തെളിയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മനേ സ്നേഹരൂപിയേ, പാപിയാമെന്റെ ഉള്ളിലും എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, നീക്കുവാൻ മാർഗം കാട്ടുവാൻ പാവന ദീപമായി തെളിയണമേ. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. അടിയങ്ങൾ ഇപ്പോൾ വ്യാപരിക്കണമേ. നിറയണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, Holy Spirit. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും സ്വർഗത്തിന്റെ അത്ഭുത ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഉന്നതമായ ആത്മാവിനാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ വചനത്തിന്റെ ശക്തിയാൽ, ഉന്നതമായ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ഓ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തിരുവുള്ളമാകണമേ. കുടുംബങ്ങളെ ഇടപെടണമേ, ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. ഒരു അത്ഭുത വിടുതൽ നൽകണമേ, സൗഖ്യങ്ങൾ നൽകണമേ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, പാപത്തിന്റെ കോട്ടകൾ തകരട്ടെ, എല്ലാ അന്ധകാര ആധിപത്യങ്ങളും തകരട്ടെ. പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ ദൈവമേ, മുന്നേറാം. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാം. പാപികളാമിവരിൽ താവക ചൈതന്യം പാവനരൂപിയെ വർഷിക്കണമേ. പാപികളാമിവരിൽ താവക ചൈതന്യം പാവനരൂപിയെ വലിയ ആഗ്രഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദാഹിച്ച് വിളിക്കുന്നു. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. ഇറങ്ങി വ്യാപരിക്കണമേ. നിറയണമേ. സൗഖ്യം നൽകണമേ. ആത്മാവേ, വിടുതൽ നൽകണമേ. അഭിഷേകം നൽകണമേ. മരവിപ്പ് മാറ്റണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ മാരകമായ വിധത്തിലുള്ള ശൂന്യതയും ദൈവാനുഭവം ഇല്ലായ്മയും മരവിപ്പും പൈശാചിക പീഡകളും പാപവും പെരുകി പെരുകി വരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം
ദൈവം തൊട്ടുണർത്തിയിട്ട്, ദൈവം തൻ്റെ ആത്മാവിന് വർഷിച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കാൻ മനസ്സ് വെച്ചില്ല എന്നുള്ളത് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു AC റൂമിലിരുന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു സംഗതിയാണെന്ന് ധരിച്ചു വശാകരുത്. നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ പരിഗണിക്കണം. വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന് വേണ്ടി ചീഞ്ഞ് പണിയെടുക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജീവിതങ്ങളിൽ ദൈവം സ്വർഗത്തിൻ്റെ സമ്പത്ത് വർഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നിന്റെ ദൈവം നിനക്കായി തുടങ്ങി വെച്ചിരിക്കുന്ന ആത്മീയ അനുഭവത്തിൽ കത്തിപ്പടരാൻ, തീപ്പന്തം പോലെ കത്തിജ്വലിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ സുഖലോലുപത ഉപേക്ഷിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നോ, എത്രമാത്രം ചത്തു പണിയെടുക്കുന്നോ, അതിനനുസരിച്ച് സ്വർഗത്തിൻ്റെ സമ്പന്നത, സ്വർഗത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ധാരാളമായി ചൊരിയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം തന്നെ നമുക്ക് മാതൃകയെടുത്ത് പഠിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഒരു കാലത്ത് ഒരുപാട് ബുദ്ധിമാനായി നടന്നിരുന്നു. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വർദ്ധിച്ചില്ല. ഒരുപാട് സൽപ്രവൃത്തികൾ നടന്നിരുന്നു. എല്ലാവർക്കും കണ്ണിലുണ്ണിയായി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പൗലോസ് ലീഗയുടെ ആദ്യകാലത്ത്. അന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർദ്ധിക്കുന്നത് കാണുന്നില്ല. എന്നാൽ ഒരു നാൾ സ്വർഗം പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ സ്ലീഹായെ സ്പർശിച്ചു. സാവൂൾ കുതിരപ്പുറത്ത് നിലത്ത് വീണു. അവൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായി. ദൈവം തൊട്ട് യേശുക്രിസ്തു ഇടപെട്ട് യേശുക്രിസ്തുവിന് അനുഭവം കൊടുത്ത്. ഈ അനുഭവത്തെക്കുറിച്ച് സ്ലീഹ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ. കുതിരപ്പുറത്തുനിന്ന് വീണ് അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് പോയി ഒരു മുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസിൻ്റെ അടുത്തേക്ക് ദൈവം അനനിയാസ് എന്ന് പറഞ്ഞ ശിഷ്യനെ അയച്ച് ഇടപെട്ട സംഭവത്തെക്കുറിച്ചാണ് സ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ പറയുന്നത്. അനനിയാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ എൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ആ മനുഷ്യനെ കാണുകയും ചെയ്തു. എന്നിട്ട് സ്ലീഹ പഠിപ്പിക്കുകയാണ്. അനനിയാസ് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരങ്ങളിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനുമായി അവിടുന്ന് നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ ഒരു നിയോഗം പൗലോസ് സ്ലീഹ ഏറ്റുവാങ്ങി. പിന്നെ പോയി എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ഇരിക്കുകയല്ല ചെയ്തത്, എവിടെയെങ്കിലും പോയി ബൈബിൾ വായിച്ച് ഇരിക്കുകയല്ല ചെയ്തത്. പിന്നെ പൗലോസ് സ്ലീഹ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് തൊട്ടുണർത്തപ്പെട്ട പൗലോസ് സ്ലീഹ പിന്നെ തൻ്റെ ജീവിതം ഒരു തീപ്പന്തം പോലെ കത്തിയെരിയാൻ, ദൈവരാജ്യത്തിന് വേണ്ടി എരിഞ്ഞു തീരാൻ വിട്ടുകൊടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ സ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ സ്ലീഹ പറയേണ്ടത് ഇങ്ങനെയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുലിഖിതം, കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും കഷ്ടതയിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? സ്വന്തം വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയല്ല, സ്വന്തം എസ്റ്റേറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയല്ല, സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയല്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അയച്ച് ദൈവം സ്വർഗം സ്പർശിച്ചപ്പോൾ ഇനി ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ചത്ത് പണിയെടുക്കണമെന്നൊരു ഒരു ഉണർവിൻ്റെ അഭിഷേകം അദ്ദേഹത്തിന് മേൽ ജ്വലിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ സൽപ്രേരണകളെ, സ്വർഗത്തിൻ്റെ പ്രേരണയെ സ്വീകരിച്ചു. ആ സ്വർഗത്തിൻ്റെ പ്രേരണ നടപ്പാക്കാൻ വേണ്ടി ഭൂമിയിൽ എരിഞ്ഞു തീർന്ന ജീവിതമാണ് പൗലോസിൻ്റെ ജീവിതം. പൗലോസ് പറഞ്ഞു, നിരവധി രാത്രികളിലെ വിശപ്പിലും ദാഹത്തിലും നഗ്നതയിലും പട്ടിണിയിലും കഷ്ടതയിലും ഞാൻ ജീവിച്ചു. എന്നിട്ട് പൗലോസ് ലീഗ പറയുകയാണ്, സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. വീണ്ടും പറയാണ് 29-ാമത്തെ വാക്യം, ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് കണ്ടാൽ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ പൗലോസ് ലീഗ സ്വന്തം സുഖം ഉപേക്ഷിക്കും. പൗലോസ് ലീഗ സ്വന്തം ജീവിതം തന്നെ മറന്നു പോകും. എന്നിട്ട് ആ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കും. നാണക്കേടുണ്ട്, അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്,
തടവറയിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ശിരസ് മുതൽ പാദം വരെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ആ അടിച്ചു പൊളിച്ച ശരീരവുമായി നടന്ന് വീണ്ടും അവരോട് പറയും, നീ സ്വർഗത്തിൽ പോകണം, നീ യേശുവിനെ വിശ്വസിക്കണം, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും ഇതാണ് യേശു ക്രിസ്തുവാണ് നിത്യരക്ഷയെന്നും പൗലോസ് ശ്ലീഹ പ്രസംഗിച്ച്. വിശുദ്ധ ലിഖിതത്തിൽ 2 കൊരിന്തോസ് 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, വളരെ കൂടുതൽ കാരാഗൃഹവാസം ഞാൻ അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, വളരെ വളരെ ഞാൻ അധ്വാനിച്ചു, പലതവണ മരണവക്തത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയാതെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും ഞാൻ അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. ഒരുപാട് തകർച്ചയുടെ വേദനയുടെ ബലിയായി തീരുന്ന ആ വഴികളിലൂടെ നടന്നതിൻ്റെ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ചത്ത് പണിയെടുത്തപ്പോൾ ഇതാ ആ പൗലോസ് ശ്ലീഹായുടെ ശരീരത്തിൽ തൊട്ട ഒരു അംഗവസ്ത്രം, അപ്പോസ്തല പ്രവർത്തനം 19 അധ്യായത്തിൽ 12 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, പൗലോസിൻ്റെ ശരീരസ്പർശമേറ്റ തുവാലയോ അംഗവസ്ത്രങ്ങളോ കൊണ്ടുവന്ന് രോഗികളെ തൊടുവിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറിയിരുന്നു. പിശാചുക്കൾ അലറിക്കൊണ്ട് പുറത്തു വന്നു. പൗലോസ് ശ്ലീഹായുടെ ശരീരത്തിൽ തൊട്ട ഒരു വസ്ത്രം കൊണ്ട് തൊടിയിച്ചാൽ മതി, ആരെ തൊടിക്കുന്നു അവരിൽ പിശാചുക്കളുണ്ടെങ്കിൽ ആ പിശാചുക്കൾ അലറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നോക്കുക, സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം ഒരു പക്ഷേ യേശു ക്രിസ്തുവിന്റെ കാലത്ത് പോലും കേട്ടിട്ടില്ലാത്ത വിധമുള്ള വലിയ ശക്തി ഇതാ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? ദൈവരാജ്യത്തിന് വേണ്ടി ചത്ത് പണിയെടുത്തപ്പം ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ദൈവം പൗലോസിനെ അനുഗ്രഹിച്ച് ആത്മീയതയിൽ നിന്ന് ആത്മീയതയിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. ബൈബിളിൽ കാണുന്ന അനുസരിച്ച് ദൈവം പൗലോസിനെ വലിയൊരു പിതാവാക്കി മാറ്റി, ദൈവം പൗലോസിനെ വലിയൊരു അപ്പോസ്തലനാക്കി മാറ്റി, ദൈവം പൗലോസിനെ വലിയൊരു രക്തസാക്ഷിയാക്കി മാറ്റി, ദൈവം പൗലോസിനെ വലിയൊരു ഇടയനാക്കി മാറ്റി, ദൈവം പൗലോസിനെ അജപാലകനാക്കി മാറ്റി, ദൈവം പൗലോസിനെ പരിശുദ്ധാത്മാവിൻ്റെ 9 വരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത്. വരദാനങ്ങൾ വളരാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവരാജ്യ അനുഭവത്തിൽ വളരാൻ നീ ആഗ്രഹിക്കുന്നുവോ? ശുശ്രൂഷയെ വളരാൻ നീ ആഗ്രഹിക്കുന്നുവോ? സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ കൃപയ്ക്കുമേൽ കൃപയിൽ നീ വളരാൻ നീ ആഗ്രഹിക്കുന്നുവോ? നീ ഈ സുഖലോലത ഉപേക്ഷിക്കണം, നീ ഈ ആലസ്യം ഉപേക്ഷിക്കണം, ചത്ത് പണിയെടുക്കണം, ദൈവരാജ്യത്തിന് ചീഞ്ഞ് പണിയെടുക്കണം. അവിടെയാണ് കൃപ വർദ്ധിക്കുന്നത്, അവിടെയാണ് അഭിഷേകം വർദ്ധിക്കുന്നത്, അവിടെയാണ് ദൈവം ഇടപെടുന്നത്. പൗലോസിനെ ദൈവം അടിക്കടി പടിപടിയായി ഉയർത്തി കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൗലോസ് ശ്ലീഹ ഒരു യുഗം മുഴുവൻ ഈ ഭൂമി ജീവിച്ചു കഴിഞ്ഞപ്പോൾ മരണത്തിൻ്റെ വക്കത്തെത്തിയ സമയത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, ഒരു ലേഖനമുണ്ട്. അതാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. ആ ലേഖനത്തിലാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഇതാ ഈ ലോകത്തിൽ നിന്നും വേർപെടാൻ സമയമായി. പൗലോസ് ശ്ലീഹ പറയാണ്, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ഞാനിപ്പോൾ വൃദ്ധനായിരിക്കുന്നു, ഞാനിപ്പോൾ റോമിൽ തടവിൽ കഴിയുകയാണ്. ഇങ്ങനെ എഴുതിയ ലേഖനമാണ്, ഇങ്ങനെ എഴുതപ്പെട്ട ലേഖനമാണ് പൗലോസ് ശ്ലീഹയുടെ തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം. ആ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഒരു യുഗം മുഴുവൻ യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചത്ത് പണിയെടുത്തതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവരാജ്യത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ നടക്കേണ്ട വഴിയാണ് 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം. യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. യേശു ക്രിസ്തു നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. യേശു ക്രിസ്തു നല്ല പടയാളിയെ പോലെ നീ കഷ്ടത സഹിക്കണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഇന്ന് ഞാനും നിങ്ങളും ധ്യാനം കൂടുന്നു, ഇന്ന് ഞാനും നിങ്ങളും പള്ളിയിൽ പോകുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ലോക കാര്യങ്ങൾ മുഴുകുന്നു, ആത്മാവിൻ്റെ എല്ലാ പ്രേരണകളും കെടുത്തിക്കളയുന്നു, ആത്മാവിൻ്റെ എല്ലാ അഭിഷേകങ്ങളും ഇതാ തെരുവുകൾ ഒഴുക്കിക്കളയുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം എന്ന അഭിഷേകങ്ങൾ വേരുപാകാൻ, അത് ശാഖ ചൂടാൻ, അത് ഫലം ചൂടാൻ നാം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ സഭ ദുർബലമാകാൻ, ഇന്ന് കോടിക്കണക്കിന് ആളുകൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം
ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നൽകിയ അഭിഷേകങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെടുത്തിക്കളഞ്ഞു എന്നുള്ളതല്ലേ? ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ദൈവരാജ്യത്തിന് വേണ്ടി ചത്ത് പണിയെടുക്കാൻ, ആത്മാവിൻ്റെ പ്രേരണകളെ അനുധാവനം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി ബലിയായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ, സ്വർഗത്തിൻ്റെ എല്ലാ സമ്പത്തും പ്രവഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ജീവിതമായി എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ മാറാൻ ഓ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ബലിയായി തീരുന്ന, കത്തിയെരിയുന്ന ഒരു ജീവിതമാകാൻ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. കർത്താവേ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, എനിക്ക് എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ ബോധ്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി എനിക്ക് ചത്തു പണിയെടുക്കണം. ഫ്രാൻസിസ് സേവിയർ ഒരു കാലത്ത് ലോകത്തിൻ്റെ മനുഷ്യനായി ജീവിച്ചു. എന്നാൽ ദൈവം തൊട്ടുണർത്തി. അദ്ദേഹം കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്തു. കർത്താവിനെ അറിഞ്ഞ അന്ന് തൊട്ട് അദ്ദേഹം കർത്താവിൻ്റെ വേലക്കാരനായി. അദ്ദേഹം ഇന്ത്യ രാജ്യത്തേക്ക് വന്നു. ഈ നാട്ടിലൂടെ നടന്ന് അദ്ദേഹം കാലുകൾ പൊട്ടി. രാത്രിയാകുമ്പോൾ നീര് വെച്ച് വിങ്ങി വീർത്ത കാല്, അതിലൂടെ ചോരപ്പാടുകൾ ഒഴുകുന്നു. ആ പൊട്ടിയ കാലുമായി പിറ്റേ ദിവസം വീണ്ടും ഈ കേരളത്തിന്റെ മണ്ണിലൂടെ, ഈ ഭാരതത്തിന്റെ മണ്ണിലൂടെ നടന്ന് അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു. ഓ കർത്താവേ, അദ്ദേഹത്തിന്റെ ജീവിതം വലിയൊരു തീജ്വാലയായി അവിടുന്ന് അഭിഷേകം ചെയ്തല്ലോ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം വലിയൊരു തീ പന്തമായി അവിടുന്ന് അഭിഷേകം ചെയ്തല്ലോ. ഞങ്ങളെ ഈ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഹൃദയം ദൈവത്തിങ്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. ഇതാ, രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദൈവമായ കർത്താവ് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു, തൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി യേശുവിനെ നാമം വിളിച്ച് യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ നിമിഷങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കടബാധിതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ കർത്താവേ, തീരാവ്യാധികളുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവേ, ദുഷ്ടാത്മ പീഡകൾ അങ്ങയുടെ അത്ഭുത നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ ജനം മുഴുവൻ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീട് എറണാകുളത്താണ്. എൻ്റെ പേര് ബിനോയ് എന്നാണ്. എൻ്റെ അളിയന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അളിയൻ്റെ മുഖത്ത് ഒരു 6 വർഷമായിട്ടൊരു മുഴയുണ്ടായിരുന്നു. അളിയൻ്റെ മുഖത്ത് 6 വർഷമായിട്ടൊരു മുഴ. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാ, ഇതിൽ നോക്കിയേ. ഈ ചുവന്ന റൗണ്ട് ഇട്ടിരിക്കുന്നത് ആ മുഖത്തെ മുഴയുടെ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. വലിയൊരു മുഴ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സുകൊണ്ട് വിഷമം തോന്നും. അതുപോലത്തെ ഒരു മുഴ. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഭക്തിയുടെ പുറത്ത് അഭിഷേകന്റെ പരിപാടി എല്ലാ ആഴ്ചയിലും പുള്ളി കാണുമായിരുന്നു. എന്താ അഭിഷേകന്റെ അഭിഷേകാഗ്നി പരിപാടി? അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എല്ലാ ഞായറാഴ്ചയും 8:30 ഷാലോം ചാനലിലൂടെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 1/2 മണിക്കൂർ വചന ശുശ്രൂഷയുണ്ട്.
ആ വചന ശുശ്രൂഷയുടെ സമയത്ത് ഇവരിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അല്ലേ? ആ. എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കൊണ്ട് പുള്ളിയുടെ മുഖത്തെ കുരു മാറി. പ്രാർത്ഥിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പുള്ളിയുടെ മുഖത്തെ കുരു മാറിയിട്ട് മുഖം ഇതുപോലെയായി. നോക്ക്, അത് വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. അത് വിശ്വസിക്കാൻ പല ആളുകൾക്കും കീടബുദ്ധി നിമിത്തം വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് രണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്, പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, ഒരു ചെറിയ നോക്ക് മുഖത്തിന്റെ സ്ഥിതി. ഇത് 1 മാസം മുമ്പുള്ള ഫോട്ടോയാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി, ഇപ്പൊ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടട്ടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം.